മാറ്റൊന്നുമില്ല കേട്ടോ. ഇവിടെ എങ്ങനെ നിൽക്കാനാ ഭാവന്നുണ്ടെങ്കിൽ കഴിയണ വരെ ഇവിടെ നിൽക്കണം. ഇനി എന്റെ കൽപ്പന ഇല്ലാണ്ട് അവിടെ നിന്ന് മാറരുത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇക്കയുള്ളൂന്ന് കണക്കാക്കിയിട്ട് എനിക്കില്ലാന്ന് കണക്കാക്കിയിട്ടാ അവിടെ ഇരിക്കുന്നതിന് വല്ല വൈഷമ്യമുണ്ടോ? സുഖമായിട്ട് അവിടെ ഇരിക്കുക. സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ വിരോധമില്ല. വെറുതെ എന്നാലും പോലെ വേറൊരു സാധനം താങ്ങി പിടിച്ചോണ്ട് നിൽക്കണേ. കുറച്ച് കഴിഞ്ഞാൽ കൈ കടയ്ക്കൂതേ. ഇനി എന്റെ കൽപ്പന ഇല്ലാണ്ട് എങ്ങനെ നിൽക്കാനാ ഭാവം എന്നുള്ള വിരോധമൊന്നുമില്ല. പക്ഷെ ഇനി എന്റെ കൽപ്പന ഉണ്ടാവണ വരെ ഇനി അവിടുന്ന് അനങ്ങരുതാ ഞാൻ പറഞ്ഞത്. ഞാൻ പുറപ്പെടുകയല്ല നല്ലത്. കൊരങ്ങന്മാരാ പറഞ്ഞാ കേൾക്കാത്ത വകയാണത്. അപ്പോ ഞാൻ ഇവരോട് പറയാൻ പുറപ്പെട്ട ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ അപ്പ അവനങ്ങോട്ട് പോകും. കൊരങ്ങന്മാരുടെ സ്വഭാവം അങ്ങനെയാ. പറയേണ്ട താമസമുള്ളൂ. അതിന് മുമ്പ് ചാടി തുടങ്ങി. അപ്പോ അത് വേണ്ട, കാര്യം ചെയ്യാം. സുഗ്രീവനോട് പറയാം. സുഗ്രീവനാവുമ്പോ ഇവരുടെ ഒക്കെ രാജാവാണെന്നാണല്ലോ വെച്ചേക്കണത്. ഇതാ നീ വൈഷമ്യ. ഇരിക്കാനുള്ള ക്ഷമയില്ല. പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് എണ്ണീറ്റ് പൂവ് കഴിഞ്ഞു. അങ്ങനെയൊക്കെ നേരെ അടുത്താണ് ഒക്കെ നല്ല പ്രായമായ വർഗനാ. അതിനെങ്കിലും കുറച്ച് പകുതിയിൽ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. അതുമില്ല. എന്താ വേണ്ടേ? സുഗ്രീവനോടൊന്നും പറയുക തന്നെയാ നല്ല. സുഗ്രീവൻ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കില്ല. സുഗ്രീവനല്ല ആര് പറഞ്ഞാലും കേൾക്കുന്ന എനിക്ക് തോന്നല്ലേ. അത്ര ഉണ്ട് ബഹളെ. അപ്പോ എന്നാലും വേണ്ടില്ല. സുഗ്രീവൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടായിന്ന് വരും. സുഗ്രീവനോട് പറയാം. അത് തന്നെയാ നല്ലത്. പറയണമെന്നുണ്ടെങ്കിൽ സുഗ്രീവനെ കാണണ്ടേ? എവിടെയാണാവോ? ഞാൻ കണ്ടില്ലാട്ടോ നേരത്തെ. നന്നായി സുഗ്രീവനെ കണ്ടത്. സുഗ്രീവ, ഒരു കാര്യം. ഇപ്പോഴേ ഈ കൊരങ്ങന്മാരൊക്കെ ഇപ്പൊ ഇങ്ങനെ നാല് പുറം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുക. അങ്ങനെയായി അത് നേരെയാവില്ല. നമ്മളിപ്പോ ഇവിടെ വന്നേക്കണ കാര്യം ഭംഗിയായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇവരെയൊക്കെ ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തണം. അല്ലാതെ കൊണ്ട് ഇത് തുടങ്ങി അത് ഭംഗിയാവില്ല എന്നാണ് എനിക്ക് തോന്നണേ. അതുകൊണ്ട് ഞാൻ പറയല്ല നല്ലത്. സുഗ്രീവൻ ഒരു കാര്യം ചെയ്യും. ഈ കൊരങ്ങന്മാരെയൊക്കെ അടക്കി ഒതുക്കി ഒരു ദിക്കിലിരുത്തും. സുഗ്രീവനോടാ ഈ പറയണേ. സുഗ്രീവൻ വിചാരിച്ചാൽ സുഗ്രീവനെ കൊണ്ട് തരാവും. അതുകൊണ്ടാണ് ഈ പറയണത്. പുറപ്പെടും ഭഗവാൻ. അങ്ങനെയാവാ. സുഗ്രീവൻ അവിടുന്ന് പുറപ്പെട്ട് കൊരങ്ങന്മാരെയൊക്കെ ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തണം എന്നുണ്ടെങ്കിൽ വേണ്ടേ പറഞ്ഞോക്കാം. കൊരങ്ങന്മാര്, ഞാൻ പറയാൻ പോണ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി എന്റെ കൽപ്പന ഇല്ലാതെ കണ്ട് ഒരാളും ഇരുന്ന ദിക്കിന്ന് അനങ്ങാൻ പാടില്ല. കേൾക്കുണ്ടോ? ആകെ കുറച്ചാളേ ഉള്ളൂ. എന്നാലും വേണ്ടില്ല. ഉള്ള ആളിനോടാ ഈ പറയണേ. ഇനി എന്റെ കൽപ്പന ഇല്ലാതെ കണ്ട് ആ ഇരുന്ന ദിക്കിന്ന് നിങ്ങൾ അനങ്ങരുത് ഞാൻ പറഞ്ഞേക്കാം. നിന്നാലും മാറ്റൊന്നുമില്ല കേട്ടോ. ഇവിടെ എങ്ങനെ നിൽക്കാനാ ഭാവന്നുണ്ടെങ്കിൽ കഴിയണ വരെ ഇവിടെ നിൽക്കണം. ഇനി എന്റെ കൽപ്പന ഇല്ലാണ്ട് അവിടെ നിന്ന് മാറരുത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇക്കയുള്ളൂന്ന് കണക്കാക്കിയിട്ട് എനിക്കില്ലാന്ന് കണക്കാക്കിയിട്ടാ അവിടെ ഇരിക്കുന്നതിന് വല്ല വൈഷമ്യമുണ്ടോ? സുഖമായിട്ട് അവിടെ ഇരിക്കുക. സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ വിരോധമില്ല. വെറുതെ എന്നാലും പോലെ വേറൊരു സാധനം താങ്ങി പിടിച്ചോണ്ട് നിൽക്കണേ. കുറച്ച് കഴിഞ്ഞാൽ കൈ കടയ്ക്കൂതേ. ഇനി എന്റെ കൽപ്പന ഇല്ലാണ്ട് എങ്ങനെ നിൽക്കാനാ ഭാവം എന്നുള്ള വിരോധമൊന്നുമില്ല. പക്ഷെ ഇനി എന്റെ കൽപ്പന ഉണ്ടാവണ വരെ ഇനി അവിടുന്ന് അനങ്ങരുതാ ഞാൻ പറഞ്ഞേക്കാം. എന്തിനോടോ അവിടെ എങ്ങനെ നിൽക്കണം? അവിടെ ഇരുന്നോളുക. നിൽക്കണ്ട. ഇരിക്കുക. എന്താ സംശയിക്കണേ? ഇരുന്നോളുക. അവിടെ ഇഷ്ടം പോലെ അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കുക. ഭംഗിയായിട്ടിരിക്കുക. സാമാന്യം പോലെ ഇരുന്നോളൂ കേട്ടോ. ഇനി ഇരുന്ന ദിക്കിന്ന് അനങ്ങരുത്. എന്റെ കൽപ്പന ഇല്ലാണ്ട് അനങ്ങരുതെന്ന് പറഞ്ഞപ്പോഴേക്കും ഓരോരുത്തരും എണീറ്റ് കൊടുക്കും. എന്റെ കൽപ്പന ഇല്ലാണ്ട് ഒരാളും ഇരുന്ന ദിക്കിന്ന് അനങ്ങാൻ പാടില്ല. മനസ്സിലായില്ലേ? സുഗ്രീവൻ കൽപ്പനയൊക്കെ പുറപ്പെടുവിച്ചു. വാനരന്മാരെയൊക്കെ അടക്കി ഒതുക്കി ഇരുത്തിയില്ലോ. ആ സമയത്താണ് രാവണൻ ഈ കഥ അറിഞ്ഞു. ഈ ഭഗവാൻ കൊരങ്ങന്മാരോടുകൂടെ ഈ വടക്കേ ഗോപദ്വാരത്തിൽ അവിടെ വന്ന് കൂടിയുണ്ട് എന്നുള്ള കഥ അറിഞ്ഞല്ലോ. അത് കേട്ടപ്പോഴാണ് രാവണൻ ഒന്ന് മനസ്സെടുത്ത് തന്നെയാണ്. എന്താ, ഞാൻ ഈ കൊരങ്ങന്മാരെ എല്ലാരെയും കൊണ്ട് ഇങ്ങോട്ട് രാമൻ എത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സമുദ്രതീരത്തിലെത്തിയാൽ
പിന്നെ അവിടുന്ന് തിരിച്ചു പോക്കോളുന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ ഇത്ര അടുത്ത് വരെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുകയുണ്ടായില്ല. ഏതായാലും ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഒന്ന് മനസ്സ് നിർത്തുക ഭേദം. എന്താ, കുരങ്ങന്മാരാണ് പുറത്തു വന്ന് കൂടിയേക്കുന്നത്. അവര് ഒരിക്കലും ഇങ്ങോട്ട് ചാടി വന്നാൽ പിന്നെ എന്തൊക്കെയാ ചെയ്യാന്ന് കണക്കില്ല. നേരത്തെ ഒരുത്തം വന്ന് പോയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ മുഴുവൻ കത്തിച്ചിട്ടാവാൻ പോയത്. എന്താ അവന്റെ പേര്? ഹനുമാൻ. അവനിവിടെ വന്ന് ഇവിടെ മുഴുവൻ കത്തിച്ചിട്ടാ പോയി. അപ്പോ അതിനിട വരുത്തുണ്ട്. അതുപോലെ വേറെ ഉണ്ടാവും അവരുടെ കൂട്ടത്തിലേ, വകതിരിവില്ലാത്ത വരല്ലേ. അപ്പോ കുരങ്ങന്മാരൊന്നും ഇവിടെ നിങ്ങളുടെ അകത്തേക്ക് കടക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. അത് തന്നെയാണ് നല്ലത്. ഇത് നിശ്ചയിച്ച് കുരങ്ങന്മാര് ഒരാളും ലങ്കയുടെ അകത്തേക്ക് അങ്ങോട്ട് കടക്കാണ്ടിരിക്കാനായിട്ട് നഗരരക്ഷ ചെയ്തു. 4 ഗോപുരദ്വാരത്തിലും അനവധി രാക്ഷസന്മാരെ നിയോഗിച്ചൂരോടെ രക്ഷയ്ക്കായിട്ട് രാക്ഷസന്മാരെ നിയോഗിച്ചൂരാണ്. ഈ കഥ വിഭീഷണന്റെ മന്ത്രിമാര് പറഞ്ഞ് ഭഗവാൻ അറിഞ്ഞു. രാവണൻ ഒരു വാനരൻ പോലും ലങ്കയുടെ അകത്തേക്ക് അങ്ങോട്ട് കടക്കാണ്ടിരിക്കാനായിട്ട് നഗരരക്ഷ ചെയ്തിട്ടുണ്ട് എന്നുള്ള വൃത്താന്തം അറിഞ്ഞൂലോ. അതറിഞ്ഞപ്പോ ഭഗവാൻ വേഗം സുഗ്രീവനെ എടുത്തു